കേരളത്തിലെ ആനുകാലിക രാഷ്ട്രീയ സംഭവവികാസങ്ങൾ കണ്ട് നമ്മൾ ഞെട്ടലല്ല ഉണ്ടാകുന്നത്, ചിരിയാ വരുന്നത് കേട്ടോ ഇത് കാണുമ്പോൾ. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണല്ലോ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത് എന്ന് ചിന്തിച്ചു പോകും. ഈ ഞങ്ങളുടെ നാട്ടിൻപുറത്തൊക്കെ ഒരു ചൊല്ലുണ്ട് കേട്ടോ, അതായത് പട്ടിക്കുട്ടി ചന്തയ്ക്ക് പോയാൽ തിരിച്ചു വന്നെന്ന് പറയും. അതായത് ഇങ്ങനെ ഈ നായ രാവിലെ ഇറങ്ങും, അവിടെ ഇവിടെ ഓടി നടക്കും, ചന്തയിലൊക്കെ കയറും, അവിടെ ആ മീൻ മാർക്കറ്റിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ അവിടുന്ന് ചിലപ്പോൾ ഒരു എറിയോ ഒക്കെ കിട്ടും, അത് മാറ്റി കരഞ്ഞുകൊണ്ട് നേരെ അപ്പുറത്ത് പോയി ഇറച്ചിക്കടയുടെ അവിടെയൊക്കെ വായി നോക്കി നടക്കും, കുറേയൊക്കെ കറങ്ങി നടന്നിട്ട് ഇനി തിരിച്ച് വീട്ടിൽ പോരും. കാരണം അത് എന്ന് പറഞ്ഞ പോലെ. അപ്പം ഈ പട്ടിക്കുട്ടി ചന്തയ്ക്ക് പോയോലെ എന്ന് പറയുന്ന ഒരു യൂസേജ്, അതായത് നമ്മൾ പോയിട്ട് ഏതാണ്ട് വലിയ കാര്യം നടത്താൻ പോവാണ് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങും. എന്നിട്ട് അവിടെ ചെന്നിട്ട് അവസാനം ഇല്ലേ അവിടെ ഉള്ളി പൊളിച്ചോലായിട്ട് നേരെ ഇനി തിരിച്ചു വരുന്നതിനാണ്, ഒന്നും നടക്കാതെ തിരിച്ചു വരുന്നതിനാണ് ഈ യൂസേജ് സാധാരണ ഞങ്ങളുടെ നാട്ടുപുറത്ത് ഉപയോഗിക്കുന്നത്. അത് ഇന്നലെ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. കാരണം അത് ഇവിടെ ഒരു 3-4 പേര് പോലെ നല്ല ഗൗരവത്തിൽ ഇപ്പം ഏതാണ്ട് കാണിച്ചു കൊടുക്കാം എന്നും പറഞ്ഞാണ് അങ്ങോട്ട് പോകുന്നത്. ഞങ്ങൾ പറയും ഇതെന്തായാലും ശരിയല്ല, ഇവിടെ നടന്ന DGP അങ്ങനെ ADGP അങ്ങനെ പോകാൻ പാടില്ല, ഇങ്ങനെ പോകാൻ പാടില്ല, അത് തെറ്റാണ്, അത് അദ്ദേഹത്തിന് മാറ്റി നിർത്തണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം ഏതാണ്ടൊക്കെ കാര്യം അങ്ങ് ശരിയാക്കി തരും എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്നത് കണ്ട് കേട്ടോ. ആ പോകുമ്പോൾ നല്ല ബലൂൺ പോലെ വീർത്തായി പോകുന്നത്, തിരിച്ചു വരുമ്പോൾ ഈ ബലൂണിന്റെ കാറ്റ് പോയിട്ട് പൊട്ടി ഇറങ്ങി വരുന്നത് ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ. കാരണം എനിക്കറിയാമായിരുന്നു മുഖ്യമന്ത്രി എന്തായിരുന്നു പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇങ്ങനെയുള്ള കാര്യത്തിന് ഒന്നിനങ്ങ് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. കുറേ നാൾ മൗനമായിരുന്നു. അത് ഇപ്പം നിവൃത്തിയില്ലാതെ വന്ന്, കാരണം ഇതിനകത്ത് എന്തെങ്കിലും ഒന്ന് പറയണം. ഇതേപോലെ ചോദിക്കാനൊക്കെ ഉള്ള ആളുകൾ അങ്ങോട്ട് ധൈര്യമായിട്ട് ബലൂൺ വീർപ്പിച്ച് ചെല്ലല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ. അങ്ങനെ ഇന്നലെ അത് ഏതാണ്ട് മൗനം വിട്ട് കേട്ടോ. ആ മൗനം വിട്ടതെന്ന് പറയുന്നത് പറഞ്ഞു കൊടുത്തത് അത് തന്നെ ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാണ്. അന്വേഷണം അതിൻ്റെ നടക്കല്ലേ, 1 മാസം കാത്തിരുന്നൂടെ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? 1 മാസം എന്തോ ഈ അന്വേഷിക്കുന്നേ, അതാദ്യം തീരുമാനിക്കണം. അന്വേഷിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇതിപ്പോ ഈ ADGP ഈ രാഷ്ട്രീയ നേതാക്കളെ, അതായത് RSS നേതാക്കളെ കാണാൻ പോയോ ഇല്ലയോ എന്നുള്ള ഒരു സംഭവം. കാണാൻ പോയോ ഇല്ലയോ എന്നുള്ളത് അന്വേഷിക്കേണ്ട കാര്യമില്ല. ആ ADGP തന്നെ പറഞ്ഞിട്ടുണ്ട് കാണാൻ പോയെന്ന്. അപ്പൊ ഇനി അതിനെ കുറിച്ച് അന്വേഷണം ആവശ്യമില്ലല്ലോ. ഇനി അന്വേഷിക്കാൻ പോകുന്നത് എന്താണ്? അവിടെ എന്താണ് സംസാരിച്ചെന്ന് ADGP എടുത്ത് തന്നെ ചോദിക്കുമായിരിക്കും. ഇതിന്റെ കീഴിലുള്ള IG ഒക്കെ അല്ലേ അന്വേഷണം നടത്തുന്നേ, അവർ ചോദിക്കുമായിരിക്കും, സാർ എന്താ അങ്ങ് എന്താണ് അവിടെ സംസാരിച്ചത്, നീ പോടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇതാണ് സംസാരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാം. അതല്ലെങ്കിൽ പിന്നെ വേറെ കാര്യമുണ്ട്. പിന്നെ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ദത്തത്രയ അദ്ദേഹത്തിനെയോ രാം മാധവനെയോ ഒക്കെ വിളിച്ചു വരുത്തിയിട്ട് പറ്റുമെങ്കിൽ പോലീസിനൊരു അത് പോലീസല്ലല്ലോ, ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു ടീമല്ലേ അത്. ഈ ഒന്നിനും പവറൊന്നും വേറെ കൊടുത്തിട്ടില്ല. അത് കാരണം അവർക്ക് സംശയിക്കാനുമുള്ള പവറൊന്നുമില്ല, നോട്ടീസൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് അവരെ കാല് പിടിച്ച് എന്താണ് നിങ്ങൾ തമ്മിൽ സംസാരിച്ചത് ഒന്ന് പറയണം. ഞങ്ങൾ തമ്മിൽ കൊച്ചുങ്ങളുടെ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് സുഖമാണോ, മകനോ അദ്ദേഹത്തിൻ്റെ ഒരു മകനാ ഉള്ളതെന്നൊന്നും എനിക്ക് ബാക്കി അറിയാൻ വയ്യ, മോന് സുഖമാണോ, അല്ലെങ്കിൽ എങ്ങനെയുണ്ട്, വീട് പണി എങ്ങനെയുണ്ട്, അതൊക്കെ ഞങ്ങളതൊക്കെ ചോദിച്ചു. ഞങ്ങൾ ലോക കാര്യങ്ങളൊക്കെ സംസാരിച്ചാണ്, ഞങ്ങൾക്ക് സുഖമാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോയി എന്ന് അവർ ചിലപ്പോൾ പറയുമായിരിക്കും, ചിലപ്പം. അല്ലെങ്കിൽ അവർ പോടാവില്ല എന്ന് പറയും, എനിക്ക് സൗകര്യമില്ല എന്ന് പറയും. ഇതാണ് അവർ ചെയ്യാൻ പോകുന്നത്. ഇതാണ് അന്വേഷണം. ഈ അന്വേഷണം ആണ് വേണ്ടത് എന്ന് ആണ് ഇപ്പൊ എല്ലാവർക്കും ബോധ്യമായി. ഈ അന്വേഷണം മതിയെന്ന് കേട്ടോ. ഇനി ഇപ്പൊ പോലീസുകാർ ഒരു റിപ്പോർട്ട് എഴുതി കൊടുക്കും, ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയുന്നവരുണ്ടല്ലോ, എഴുതി കൊടുക്കും. കാരണം അത് ഈ പിന്നെ ADGP കണ്ടത് അദ്ദേഹത്തിന്റെ ബന്ധുക്കളെയാണ് കേട്ടോ. അദ്ദേഹം സുഹൃത്തുക്കളാണ് അവര്, രാം മാധവും ഒക്കെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണ്. അപ്പൊ അവർ കുടുംബകാര്യവും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എന്നും കാണാമല്ലോ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല എന്ന് പറയും, എഴുതി കൊടുക്കും. അതോടുകൂടി അത് ശരിയായി. പിന്നെ അതിനകത്തൊരു കാര്യമുണ്ട്. ബഹുമാന്യനായ മുഖ്യമന്ത്രി ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം ഈ ADGP പറഞ്ഞയച്ച് ഈ കാര്യം അദ്ദേഹത്തിന്റെ ദൂതനായിട്ട് പോയതാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല, ആർക്കും ഒന്നുമില്ല. പക്ഷേ അത് കാരണം എന്താണെന്നറിയോ? ഇനി അയാൾ അങ്ങനെ പോയി എന്നും പറഞ്ഞ് അയാളെ ശിക്ഷിക്കാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദിയുടല്ലേ. അപ്പൊ നന്ദി കാണിച്ച ഒരു നല്ല ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. മനുഷ്യനോട് നന്ദി കാണിക്കുന്നത്. കാരണം
നന്ദികേട് കാണിക്കാൻ പാടില്ല. ഒരാളെ പറഞ്ഞയച്ചിട്ട് ഇനി കുറ്റക്കാരനാണെന്ന് പറയാൻ പറ്റുമോ? അത് കാരണം ആ നന്ദി കാണിച്ചതിന് നമ്മൾ ഒരിക്കലും അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല. നന്ദികേട് ആയിപ്പോകും അത്. അതുകൊണ്ട് ADGP ഉപദ്രവിക്കാതിരിക്കുന്നത് വളരെ നല്ലതാണ്.